അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് മാത്രം മതിയാവുന്നതല്ല. അദ്ദേഹത്തെ പാർട്ടി നടപടിയെടുക്കണം അദ്ദേഹത്തിന്റെ പേരിൽ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തെ സംരക്ഷിക്കാനാണ്. അദ്ദേഹം കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രിയാണ്. കേരളത്തിന്റെ സാംസ്കാരിക നിലപാടുകളെയാണ് അദ്ദേഹം എതിർത്തത്. അദ്ദേഹം വർഗീയതയ്ക്ക് തീ കൊളുത്തുകയാണ് ചെയ്തത്. വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തി. നേരത്തെ ഭരണഘടനയെ അവഹേളിച്ച ഒരു മന്ത്രിയാണ്. ഭരണഘടന അടിസ്ഥാനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി തന്നെയാണ് ഒരു വട്ടം ഭരണഘടനയെ അധിക്ഷേപിച്ചത്. ഇപ്പോൾ കേരളത്തിൽ മതേതരത്വത്തെയും കേരളത്തിന്റെ സാംസ്കാരിക തനിമയുമാണ് മന്ത്രിയായ സജി ചെറിയാൻ ചോദ്യം ചെയ്തത്. കേവലം ഒരു പത്രക്കുറിപ്പ് കൊണ്ട് അത് അവസാനിക്കുന്നതല്ല. അദ്ദേഹത്തിന്റെ പേരിൽ പാർട്ടിയും ഗവൺമെന്റും നടപടി സ്വീകരിക്കണം. അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെയും CPM നേതൃത്വത്തിന്റെയും നിലപാട് കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. കേവലം ഒരു തിരുത്തൽ കൊണ്ട് തീരുന്നതല്ല ഈ വിഷയം. അത് ഞങ്ങൾ ആലോചിക്കും. നിയമസഭയ്ക്കകത്തും പുറത്തും അത് ആ വിഷയം ഉയർത്തും. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. വയനാട്ടിലെ ബ്രഹ്മഗിരി ഒരു സഹകരണ സംഘം തുടങ്ങി അവിടെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ്. അതിൽ ഗവൺമെന്റിൽ പങ്കാളിത്തമുള്ള ആളുകൾ, മന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കാളികളായിരുന്നു, ഭരണസമിതി അംഗങ്ങളായിരുന്നു, മുൻ MLA-മാർ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കാളികളാണ്. CPM-ന്റെ ഒത്താശയോടെയാണ് ഇത്രയേറെ കോടികളുടെ വെട്ടിപ്പും തട്ടിപ്പും നടന്ന സംഘത്തെ സർക്കാർ വീണ്ടും വഴിവിട്ട് സഹായിക്കുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം വേണം. നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ കൊടുക്കാനുള്ള നടപടികളും വേണം. നേരത്തെ പറഞ്ഞ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടെ കടകംപള്ളി പലതവണ ആവർത്തിച്ചിരുന്നത് എനിക്ക് ഇതിലൊന്നും ബന്ധമില്ല, എനിക്കാരെ അറിയില്ല. പക്ഷെ ഇപ്പോൾ ഒടുവിൽ ഓറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അയൽവാസി പറയുന്നു, അയാൾക്കത് സമ്മതിക്കേണ്ടി വരുന്നു. അത് എന്തിലേക്ക് അത് എത്തണം എന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുക, ആവശ്യപ്പെടുക? ഇല്ലില്ല, അന്വേഷണം ശരിയായ രൂപത്തിൽ വേണം. എല്ലാ പ്രതികളിലേക്കും ഇന്ന വ്യക്തികളെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഏത് കേസിലെ പ്രതിയും പറയുന്നത് എന്താണ്? ഞാൻ നിരപരാധിയാണെന്നല്ലേ പത്മകുമാറും വാസുവും ഒക്കെ പറയുന്നത്. അങ്ങനെ കടകംപള്ളിക്ക് പറഞ്ഞു ഒഴിഞ്ഞു നിൽക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. കുറ്റവാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉത്തരവാദികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിക്കണം. പൂർണ്ണ തൃപ്തി എന്ന് പറയാൻ കഴിയില്ല.